ഹലോ ഗായ്സ്, അപ്പം വാൻകൂവർ ഡയറീസിൻ്റെ സെക്കൻഡ് പാർട്ട് ഈസ് ഹിയർ. സോ നമ്മൾ അന്ന് ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കണ്ടിട്ട് പിന്നെ നേരെ പോയത് ക്യാപ്ലാനോ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അവിടെ നിന്ന് പിന്നെ ഗ്രാൻഡ് വില്ലേ ഐലൻഡ് ആൻഡ് സൺസെറ്റ് ബീച്ച്, പിന്നെ ഗ്യാസ് ടൗൺ ആൻഡ് സ്റ്റീം ക്ലോക്ക് കാണാൻ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഉള്ളതാണ് വാൻകൂവർ അക്വേറിയം ആൻഡ് സ്റ്റാൻലി പാർക്ക്. രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് സീ ടു സ്കൈ ഗണ്ടോള സ്ക്വാമിഷ് അവിടെയും വിസിറ്റ് ചെയ്തു. സോ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ക്യാപ്ലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് എത്തി. അവിടെ പെയ്ഡ് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതെല്ലാം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ഫസ്റ്റ് നേഷൻസിൻ്റെ ഒരുപാട് ആർട്ട് ക്രാഫ്റ്റുകളും എല്ലാം വുഡിലെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്പോട്ടാണ്. എൻട്രൻസിലാണ് ഇതുള്ളത്. ഇതെല്ലാം അടിപൊളിയാണ് കാണാനായിട്ട്. എല്ലാം വുഡൻ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. This bridge has too much suspension, guys. We are flying all over the place. ഇത് തന്നെയാണ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ആടിയാണ് പോകുന്നത്. ഇത്ര ആട്ടം കാണുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് ബ്രിഡ്ജ്. അപ്പം നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റും. നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളത് ഫസ്റ്റ് ഹൈറ്റിൻ്റെ മേളിലെത്തി. അതാ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു മിനി സസ്പെൻഷൻ ബ്രിഡ്ജിലോട്ട് നമ്മളിങ്ങനെ പോവാണ്. ഈ മരത്തിൽ നിന്ന് വേറൊരു മരത്തിലോട്ട്. ചെറിയ കുലുക്കമുണ്ട്. ഞാൻ എല്ലാം കുലുക്കി പേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. വീണ്ടും അടുത്തൊരു ബ്രിഡ്ജാണ്. വീണ്ടും ഇതാ ഒരു ബ്രിഡ്ജ് കൂടെ. നമ്മൾ ഓരോ പാലത്തിൽ നിന്ന് ഓരോ പാലത്തിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. രാത്രി ഇവിടെ ലൈറ്റ് ഇട്ട് വേറൊരു വൈബാണ്. പക്ഷെ രാത്രി വരെ നമുക്കിവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ദിവസം വരുന്നതാണ്. വീണ്ടും ഇതാ ഒരു ബ്രിഡ്ജും കൂടെയാണ്. വീണ്ടും പാലത്തിനുള്ളോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇത് ബ്രിഡ്ജുകളെല്ലാം കയറി കഴിഞ്ഞു താഴോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ കയറാൻ വേണ്ടി നമുക്ക് പെർ ഹെഡ് $78 പേയ്മെൻറ്റ് വരുന്നത്. അത് നമുക്ക് 1 ഇയർ ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. സോ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് പറയുന്നില്ലായിരുന്നു. നമ്മളെന്തായാലും ഇവിടെ നിന്നാണ് എടുത്തത്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നേരെ തിരിച്ച് പാലത്തിലോട്ട് പോവുകയാണ്. ഈ വഴി പാലത്തിലോട്ട് എത്തിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ബ്രിഡ്ജെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിൻ്റെ പുറത്തെത്തിയപ്പോഴത്തേക്കും അവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേറൊരു പാത്ത് വേ കണ്ടു. എല്ലാവരും അതുവഴി പോകുന്നുണ്ട്. അങ്ങനെ എന്താണെന്നറിയാൻ നമ്മളും പോയപ്പോഴത്തേക്കും ഇതുപോലെ അവിടെ ഈ ബ്രിഡ്ജ് ഇങ്ങനെ പാറയിലേക്കാണ് ഫുൾ കൊളുത്തി വെച്ചേക്കുന്നത്. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നല്ലൊരു എക്സസൈസ് ആയിരുന്നു. കുറേ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷയോടുകൂടി നടക്കുകയാണ്. നല്ലോണം വിശക്കണുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കുറേ ഇങ്ങനെ വ്യൂ പോയിൻ്റ് പോലെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അതാണ് ഗ്രാൻഡ് വില്ലേ ഐലൻഡ്.
അപ്പം നമ്മൾ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ബോട്ടിങ്ങിന് വന്നപ്പോൾ ഇപ്പം നമുക്ക് വരാനുള്ള ഗ്രാൻവിൽ ഐലൻഡിൽ അപ്പം നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബോട്ട് വരുന്നതെന്നാണ് പ്രതീക്ഷ. അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളിതിൽ കയറുന്നതാണ്. അതവിടെ എത്തി സംഭവം. നമ്മളപ്പം ബോട്ടിങ് കയറി സൺസെറ്റ് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡോക്കെത്താറായി നമ്മൾ പോവുക. നമ്മളപ്പോൾ സൺസെറ്റ് ബീച്ചിൽ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യനെ തേടി സൂര്യയുടെ പ്രയാണം. നമ്മളിപ്പോൾ ഗ്രാൻവില്ലെ ഐലൻഡിൽ നിന്ന് അടുത്ത ഗ്യാസ് ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം നല്ല രാത്രിയായി, ഫുൾ ലൈറ്റൊക്കെ വന്നു. അപ്പോൾ ഇതാണ് ഹിസ്റ്റോറിക് ഗ്യാസ് ടൗൺ ഇൻ വാൻകൂവർ. ഭയങ്കര ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഐ തിങ്ക് 1 or 2 സ്റ്റീം ക്ലോക്കുകളേ ഉള്ളൂ. അതിലൊന്നാണ് ഇവിടെ ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. സോ അപ്പോൾ ഇത് ഓരോ 1 hour ആകുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് സ്റ്റീം പോവും. അതാണ് പരിപാടി. സ്റ്റാൻലി പാർക്കിലാണ് ഇവിടെ കുതിരവണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇതിനകത്ത് ആൾക്കാർ ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് ഇവരിതിൽ റൈഡിനുണ്ടാവും. വാൻകൂവർ അക്വേറിയം നല്ല ലൈനുണ്ട് ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ അക്വേറിയത്തിനകത്ത് കയറി. So dense that it completely repels the water. So when they're swimming like that, they're completely dry underneath. And they breathe from top. They breathe from top. Yeah. Big container ship, see, evergreen.
കറങ്ങി തിരിഞ്ഞ അവസാനം ഇപ്പോൾ വെളിയിലെത്തി. ഇതാണ് ലയൺസ് ഗേറ്റ് ബ്രിഡ്ജ്. ട്രാഫിക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലൈൻസ് ഇവിടെ ഈ ആരോ വെച്ചിട്ട് വേണം പോവാൻ. എങ്ങനെയാന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ സീ ടു സ്കൈ ഗണ്ടോള അവിടെ പോവാണ്. ഇതാണ് കാനഡയിലെ വാൻകൂവറിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സീ ടു സ്കൈ ഗണ്ടോള. ഇത് മിക്കവാറും ആൾക്കാരും വാൻകൂവർ പോകുമ്പോഴത്തേക്ക് മിസ്സാവുന്നൊരു സ്പോട്ടാണ്. പക്ഷേ ഇത് എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് ഈ ഒരു ഹൈറ്റിലോട്ട് കയറുന്നത് കാണാനായിട്ട്. റെഡി. സീ ടു സ്കൈ ഗണ്ടോള കയറി നമ്മൾ മൗണ്ടൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഒരു ബ്രിഡ്ജുണ്ട്. അത് അപ്പുറത്തെ സൈഡിലോട്ട് കണക്റ്റ് ആയിട്ട് അവിടെ നമുക്ക് നടന്നു പോയി വ്യൂ പോയിൻറ്റ്സ് എല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇത് സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെ അത്രയും തന്നെ ഒരു മൂവ്മെൻ്റുള്ള ബ്രിഡ്ജല്ല, പക്ഷേ നല്ല വ്യൂ ആണ്. കുറച്ച് നാരോ ആണ്. സോ നമ്മൾ പാസ് ചെയ്യുമ്പോൾ വേറെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്പോട്ടാണ്. സോ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കാറ്റും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അന്ന് അടിപൊളിയായിരുന്നു. അപ്പം ഗൈസ്, വുഡ്ലാൻഡ് ലേക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുവാണ്. ഇതിപ്പോൾ കുറച്ച് ദൂരമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്ന് എത്തും എന്നറിഞ്ഞൂടാ. ഈ വഴിയെല്ലാം തിരിച്ചു പോണാൽ ആലോചിക്കുമ്പോൾ അതെ, ഒരു ഹെലികോപ്റ്റർ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും എവിടെയെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുറകെ നിന്ന് ഒരു സായിപ്പ് മദാമയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഒരു ധൈര്യത്തിലാണ് ഈ പോണത്. ഇതിൻ്റെ ഇടയിലൊക്കെ കരടിയൊക്കെ നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതോ ഒരു കാട്ടിൽ ചെന്ന് കയറി. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളില്ല. നമ്മളും കുറച്ച് കരടികളും എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇത് ചുറ്റും കാടാണ്. ഇത് കാണാനാണ് അങ്ങ് അറ്റത്തുനിന്ന് ഇനി വരെ വന്നത്. വണ്ടർലാൻഡ് ലേക്ക് എന്നാണ് പേര്. ഇവിടെ ഗണ്ടോളയിൽ വരുമ്പോൾ ആരും ഇത്ര നടന്ന് തളരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇവിടെ എല്ലാം നടന്നു കണ്ട കാടുകളെല്ലാം കയറി ഇറങ്ങി വിഷന്ന് തളർന്ന് താഴെ പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. വ്യൂ ഇസ് വെരി ഗുഡ്, വെരി നൈസ് വ്യൂ. നമ്മളങ്ങനെ താഴെ എത്തി. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ സ്പോട്ടും കഴിഞ്ഞു. ഐസ്ക്രീം കടയുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് മൊത്തത്തില്? അടിപൊളി ട്രിപ്പ്. തീർന്നു പോയി ഗൈസ്. ഇവിടുത്തെ ഐസ്ക്രീം, ചീസ് കേക്ക്. അപ്പം ഇതാണ് നമുക്ക്
ഇവിടുത്തെ കിട്ടിയ ഡണ്ടോളയിലെ സ്പെഷ്യൽ ഐസ്ക്രീം. ഇത് സ്ട്രോബെറി ചീസ് കേക്കും ഇത് പിസ്തേഷ്യോ. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ഇനി ഇത്രയും ദൂരം ഒറ്റയ്ക്കിരുന്ന് വണ്ടി ഓടിക്കണം. എനിക്കിവിടെ ഡ്രൈവിങ്ങിന് ലൈസൻസ് ഇല്ല. നാട്ടിലുണ്ടായിട്ടും ഞാൻ ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴെന്താ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 5.5 മണിക്കൂറോളം ഉണ്ട് പോകാനായിട്ട്. ചുറ്റും കാടും നടുക്കൂടി റോഡും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വരുന്നതായിട്ട് നമ്മളൊരു കരടിയും കണ്ട്. അങ്ങനെ മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം നമ്മൾ പ്രിൻസ് ജോർജ് എത്തി. ഇനിയൊരു 9 മിനിറ്റും കൂടെ പോയി കിടന്ന് ഇനി ഉറങ്ങണം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇത്രയും നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ചെറിയ വാൻകൂവർ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇനിയും നമ്മൾ പോകും. അവിടെ ഇനിയും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.